സിയം വലിയുള്ളാഹിയുടെ ചരിത്രം വായിച്ചാൽ സുബ്ഹാനല്ലാഹ് എന്തൊരു സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു. അവിടുത്തെ കൂട്ടുകാരനായ അരീക്കാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ മരിച്ചുപോയി. എൻ്റെ ഒരു ചെറിയ ഉസ്താദാണ്. അവര് രണ്ടുപേരും ഒപ്പാണ് ബാക്കിയാത്തിൽ പഠിച്ചത്. ബാക്കിയാത്തിൽ പഠിക്കുമ്പോ മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള നിസ്കാരത്തിന് പഠനത്തിന് ദർസിൽ ഒന്നാം ദർസ് എന്ന് പറയും. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 മണി വരെ സാധാ ഉറങ്ങുന്ന ടൈം വരെയുള്ള രണ്ടാം ദർസ്. പിന്നെയും കിതാബ് ഓതുന്നവരുണ്ട്, അതിന് മൂന്നാം ദർസ് എന്ന് പറയും. മൂന്നാം ദർസിൽ അധിക കുട്ടികളുണ്ടാവില്ല, കഴിയില്ല. എന്നാൽ സിയം വലിയുള്ള അതിലൊരു മെമ്പറാണ്, അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതിലൊരു മെമ്പർ. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ 12 മണി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആളുകൾ കിതാബ് ഓതും. കിതാബ് ഓതുമ്പോൾ ഉറക്ക് വരും. ഉറക്ക് വരാതിരിക്കാൻ കട്ടൻ ചായ വേണം. സൗകര്യങ്ങളൊന്നും കോളേജിലൊന്നും ഇല്ല, അതിനുള്ള കഴിവില്ല. അപ്പം അപ്പുറത്ത് വേലൂര് ബാക്കിയാത്ത് സ്വാലിയാത്തിന് അപ്പുറത്ത് CMC ഹോസ്പിറ്റലിന്റെ അരികിൽ എപ്പോഴും ചായ കിട്ടും. നേരം വെളുക്കോളം അവിടെ ആളുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ പോയി കട്ടൻ ചായ കൊണ്ടുവന്നിട്ട് കുടിക്കും. അതിനാരാണ് കട്ടൻ ചായ കൊണ്ടുവരിക? ഇതിന് നറുക്കിടും. നറുക്കിട്ട് ആർക്കാണോ നറുക്ക് വന്നതെങ്കിൽ അയാളെ കാശാണ് കട്ടൻ ചായക്ക് ചെലവഴിക്കുക, അയാൾ കട്ടൻ ചായ കൊണ്ടുവരണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയുന്നു, ഞങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യും. അങ്ങനെ ചായ കൊണ്ടുവരും. CM ഞങ്ങളെ കൂടെ ഓതാനുണ്ട്, 2 മണി വരെ 3 മണി വരെയൊക്കെ ഓതാനുണ്ട്, നല്ലപോലെ പഠിക്കാനുണ്ട്. പക്ഷേ കട്ടൻ ചായ കൊടുക്കുമ്പം CM അത് കുടിക്കാറില്ല. പൂർണ്ണ പൊരുത്തം ഏതായാലും ആ ഞാൻ കുടുങ്ങിയെന്നാളാ പറയല്, നറുക്ക് എനിക്ക് കുടുങ്ങിയെന്നാ പറയല്. പൂർണ്ണ പൊരുത്തം ഉണ്ടാവൂല. ഈ ഒറ്റ കാരണത്താൽ കുടിക്കാറില്ല. അതാണ് സൂക്ഷ്മത. കൊണ്ടെന്ന ആള് കൊടുക്കുകയുള്ളോ, കുടിച്ചോളിയാറിട്ട്. അപ്പൊ പൊരുത്തണ്ടാകാം, പക്ഷെ എന്നാലും കുടുങ്ങിയതാണ് ഞാൻ, നറുക്ക് എനിക്ക് കുടുങ്ങിപ്പോയി എന്നൊരു ചിന്ത അയാൾക്കുണ്ടാകും. ഇതുകൊണ്ട് തന്നെ സൂക്ഷ്മതക്കെതിരാണ്. കുടിക്കാം, പക്ഷെ സൂക്ഷ്മതക്കെതിരാണ്. അതുകൊണ്ട് കുടിക്കാറില്ല.